എന്നാലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ മനസ്സിലായി, അവൻ കെട്ടുകഥകളെ യാഥാർത്ഥ്യമാക്കുവാൻ വന്നത്. അങ്ങനെ തുടർച്ചയായിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ രണ്ടാമത്തെ എവേ മത്സരത്തിലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി അങ്ങനെ ഒഡീഷ എഫ്സിയോട് സമനില വാങ്ങിയിരിക്കുകയാണ്. കയ്യിൽ കിട്ടിയ ഒരു മത്സരം കൊണ്ടുപോയി തുലച്ചു എന്ന് വേണമെങ്കിലൊക്കെ നമുക്ക് ഈ ഒരു മത്സരത്തെ വിശേഷിപ്പിക്കാവുന്നതുമാണ്. ഏതായാലും ആ ഒരു സമനില വഴങ്ങിയതോടുകൂടി നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ISLന്റെ പോയിന്റ് ടേബിളിൽ 4ാം സ്ഥാനത്താണ് തുടരുന്നത്. ഒഡീഷ എഫ്സിയെ സംബന്ധിച്ച് ഈ ഒരു കംബാക്ക് ഒന്നും അവർക്ക് വലിയ രീതിയിലുള്ള കംബാക്ക് ഒന്നും അല്ലായിരിക്കും. കാരണം ISLൽ കംബാക്ക് എന്നുള്ള ആ ഒരു വേർഡ് എഴുതി ചേർത്തത് ഒഡീഷ എഫ്സി എന്ന ആ ഒരു വമ്പന്മാർ തന്നെയാണ്. ഏതായാലും വിശദമായ മാച്ച് അനാലിസിസിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു കാര്യം പറയാം. നിങ്ങളിൽ വീഡിയോ കണ്ടുപോകുന്ന അധിക ആളുകളും ഇപ്പോഴും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. നമുക്ക് ഈ ഒരു ചാനൽ ഈ ഒരു മാസത്തോടു കൂടി 15K സബ്സ്ക്രൈബേഴ്സ് എന്ന വലിയൊരു മൈൽ സ്റ്റോണിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും മാക്സിമം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം വീഡിയോ തുടർന്ന് കാണുവാൻ ശ്രമിക്കുക. ഇനി മത്സരത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ആദ്യം തന്നെ എടുത്തു പറയാനുള്ളത് മത്സരത്തിന്റെ 10-20 മിനിറ്റ് തന്നെയാണ്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഭാഗത്ത് നിന്നും അറഞ്ചും പറഞ്ചും ഷോട്ടുകളും അറ്റാക്കുകളുമായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ആദ്യ പകുതിയിൽ തന്നെ 2 ഗോളുകളും നേടിയിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇന്നലത്തെ മത്സരത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പ്രതിരോധ നിര അഥവാ ഡിഫൻസ് നിര തന്നെയാണ്. കാരണം ഡിഫൻസിൽ നിന്നും മുന്നിലേക്കുള്ള ആ ഒരു ബോൾ എത്ര മാത്രത്തോളം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഗോൾ അടിക്കാൻ സഹായിച്ചു എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ നോക്കിക്കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾ ഈ ഒരു സന്ദർഭം ശ്രദ്ധിച്ചു. മത്സരത്തിന്റെ 1ാമത്തെ മിനിറ്റിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പ്രതിരോധ നിരയിൽ നിന്നും ഒരു ലോങ് പാസ് വരികയാണ്. അതും ബ്ലാസ്റ്റേഴ്സിന്റെ മൊറോക്കൻ സ്ട്രൈക്കർ ആയിട്ടുള്ള നോഹ സദോയ്ക്ക് ഒത്ത പാകത്തിൽ. ഏതായാലും നോഹ സദോയ് ആ ഒരു ബോൾ കൈവശപ്പെടുത്തുന്നു, പക്ഷെ ഗോൾ അടിക്കാൻ താരത്തിന് സാധിക്കാതെ പോയി. ഇനി മത്സരത്തിന്റെ 2ാമത്തെ മിനിറ്റിലേക്ക് നമ്മളൊന്ന് കണ്ണോടിക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിരയിലെ സൂപ്പർ താരമായ പ്രീതം കോട്ടാലിന്റെ കാലുകളിൽ പന്ത് കാണാം നമുക്ക്. പ്രീതം ആ ഒരു ത്രോ ലൈനിലൂടെ രാഹുൽ KP കണ്ടപ്പോൾ അവന് അളന്ന് മുറിച്ചുകൊണ്ട് ഒരു പാസ് നൽകുകയാണ്. രാഹുൽ KP ആണെങ്കിൽ അത് വളരെ വൃത്തിയായിക്കൊണ്ട് അറ്റൻഡ് ചെയ്യുകയും പാസ് കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പക്ഷെ അത് ആ ഒരു പാസ് ബ്ലാസ്റ്റേഴ്സിന് ഗോളാക്കി മാറ്റാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒഡീഷ എഫ്സിയുടെ ഡിഫൻഡറുടെ കാലുകളിൽ തട്ടി നേരെ കീപ്പർ അമരേന്ദ്രന്റെ കൈകളിലേക്കായിരുന്നു ആ ഒരു ബോൾ വന്ന് പതിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഇതിലൂടെ തന്നെ ഒക്കെ നമുക്ക് മനസ്സിലാക്കാം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഓരോ ഗോളിലും പ്രതിരോധ നിരക്ക് എത്ര പങ്കുണ്ട് എന്നുള്ളത്. സാധാരണ എല്ലാ ടീമുകളുടെ നമ്മൾ കാണാറുള്ളത് പ്രതിരോധ നിരയിൽ നിന്ന് നേരെ മിഡിലേക്ക് ബോൾ പോകുന്നു, മിഡിൽ നിന്ന് നേരെ മുന്നേറ്റ നിര അഥവാ ഫോർവേഡ് നിരയിലേക്ക് ബോൾ പോകുന്നു, അതിനുശേഷം ഫോർവേഡ് താരങ്ങൾ ഗോൾ അടിച്ച് മാറ്റുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കാറുള്ളത്. പക്ഷേ ഇന്നലത്തെ ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരമൊക്കെ എടുത്തു നോക്കിയാൽ പ്രതിരോധ നിരയിൽ നിന്നും വന്ന ബോളുകളുടെ എണ്ണത്തിന് കണക്കില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന കാര്യമാണ്. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പ്രതിരോധ താരങ്ങളാണ് ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങൾക്കെല്ലാം തന്നെ ഗോൾ അടിക്കാനുള്ള ഒരു ത്വര നൽകുന്നത് എന്ന് നമുക്ക് ഇതിലൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ കയ്യടി എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ താരങ്ങൾക്ക് തന്നെയാണ്. ഇനി അടുത്തതായി ഒരുപാട് പേർ ചോദിച്ച ഒരു കാര്യമാണ് രാഹുൽ KP ഈ ഒരു സീസണിൽ ഗോൾ അടിക്കുമോ, എന്താണ് രാഹുൽ KPയുടെ അവസ്ഥ എന്നുള്ളത്. ഏതായാലും രാഹുൽ KP നോക്കുകയാണെങ്കിൽ ഈ ഒരു സീസണിൽ താരം എത്ര മാത്രത്തോളം ഒരു ഗോളിന് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് എല്ലാ മത്സരങ്ങളും അഥവാ ഈ ഒരു സീസണിലെ എല്ലാ മത്സരങ്ങളും എടുത്തു നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യമാണ്. ഈ ഒരു സന്ദർഭം നോക്കൂ. മത്സരത്തിന്റെ 26ാമത്തെ മിനിറ്റിൽ രാഹുൽ KPയുടെ കാലുകളിലേക്ക് ഒരു പാസ് എത്തുകയാണ്. താരത്തെ വളയുവാൻ വേണ്ടി അവിടെ 3 ഒഡീഷ എഫ്സിയുടെ താരങ്ങളുണ്ട്. പക്ഷേ താരം ആ ഒരു പ്രതിരോധാക്കൾക്കൊന്നും തന്നെ ബോൾ കൊടുക്കാതെ ബോളുമായി മുന്നേറുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ബോക്സിലേക്ക് കടന്നുകൊണ്ട് താരം ഒരു ഷോട്ട് എടുക്കുന്നു. പക്ഷെ അത് അലക്ഷ്യമായി പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ഒരു ബോക്സിൽ എത്ര താരങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അവർക്കെല്ലാം ഇടയിലൂടെ ഒരു ഷോട്ട് എടുക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ അത്രയധികം കെൽപ്പുള്ള ഒരു താരം തന്നെയാണ് രാഹുൽ KP എന്നുള്ളത്. ഏതായാലും ഈ ഒരു സീസണിൽ തീർച്ചയായിട്ടും താരം ഒരു ഗോൾ നേടുമെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട്. രാഹുൽ KPയുടെ പെർഫോമൻസ് അത്രയധികം ഇംപ്രൂവ് ആയിട്ടുമുണ്ട് ഈ ഒരു സീസണിലേക്ക്. രാഹുൽ KPയുടെ പ്രകടനം കാണുന്ന എല്ലാ മലയാളി ഫാൻസും അഥവാ ബ്ലാസ്റ്റേഴ്സ് ഫാൻസും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെയെങ്കിലും രാഹുൽ KPക്ക് ഒരു ഗോൾ നേടാൻ ആവണമേ എന്നുള്ളത്. ഏതായാലും രാഹുൽ KPക്ക് ഉടനെ അത് നടക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത് ഈ ഒരു വീഡിയോയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഭാഗമാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിരയിലെ താരമായ ഡാനിഷ് ഫാറൂഖിനെ കുറിച്ചാണ് എന്നുള്ളത്. ഈ ഒരു താരത്തിന്റെ പൊസിഷൻ ഏതാണ് എന്ന് വരെ നമ്മൾ ഈ ഒരു താരത്തിന്റെ പ്രകടനം കണ്ടാൽ കൺഫ്യൂസ്ഡ് ആയി പോകും.
ലെഫ്റ്റ് മിഡ്ഫീൽഡർ ആയിക്കൊണ്ടും റൈറ്റ് മിഡ്ഫീൽഡർ ആയിക്കൊണ്ടും സെന്റർ മിഡ്ഫീൽഡർ ആയിക്കൊണ്ടും കളിക്കാൻ കെൽപ്പുള്ള ഒരു താരമാണ് ഡാനിഷ് എന്നുള്ളത്. പക്ഷേ താരം ഈ ഒരു പൊസിഷനുകളിലേക്കെല്ലാം വരുന്നതിന് മുമ്പ് ഒരു സ്ട്രൈക്കർ ആയിരുന്നു എന്ന് വേണം നമ്മൾ ഇവിടെ ചിന്തിക്കാൻ. ആ ഒരു താരം സ്ട്രൈക്കർ ആയത് കൊണ്ട് തന്നെയാണ് രാഹുൽ KP മുന്നേറ്റ നിലയിൽ ബോൾ അറ്റൻഡ് ചെയ്യാൻ എത്തുന്നതിന് മുമ്പേ തന്നെ ഡാനിഷ് ഫാറൂഖ് അവിടെ എത്തുന്ന കാഴ്ച നമുക്ക് മത്സരത്തിൽ പലതവണ കാണാൻ സാധിച്ചിട്ടുള്ളത്. സംഭവം ഡാനിഷ് സ്ട്രൈക്കർ ഒക്കെ ആണ്, പക്ഷെ കയ്യിൽ ബോൾ കിട്ടിയാൽ എന്താണ് ചെയ്യേണ്ടത്, അഥവാ ആ ഒരു താരത്തിന് ബോൾ കയ്യിൽ മാനേജ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി നമ്മൾ കണ്ടിട്ടില്ല. മത്സരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ മത്സരത്തിന്റെ 5ാമത്തെ മിനിറ്റിൽ തന്നെ ഒരു വണ്ടർഫുൾ അവസരമായിരുന്നു ഡാനിഷിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നോഹയിൽ നിന്നും അതിമനോഹരമായ ഒരു പാസ്സാണ് ഡാനിഷിൽ നിന്നും കിട്ടിയിട്ടുള്ളത്. അത്രയധികം എഫേർട്ട് ഇട്ടുകൊണ്ടാണ് നോഹ അവിടെ ഒരു ചിപ്പ് പാസ് നൽകുന്നത്. പക്ഷേ ഡാനിഷ് ആണെങ്കിൽ അത് ചെയ്തു നമ്മൾ കണ്ടതാണ്. ഗോൾ കീപ്പറെ കട്ട് ചെയ്തു, എന്നിട്ട് അടിക്കാൻ നോക്കി, അഥവാ പോസ്റ്റിലേക്ക് ഗോളാക്കി മാറ്റാൻ ശ്രമിച്ചു. പക്ഷെ നടന്നിട്ടുണ്ടായിരുന്നില്ല. അതൊരു 1 ടച്ച് ഗോൾ ആയിരുന്നെങ്കിൽ എപ്പോഴേ ഗോളാക്കി മാറ്റാമായിരുന്നു. പക്ഷേ ഡാനിഷ് ഫാറൂഖിന്റെ ഒരു ഓവർ കോൺഫിഡൻസ് മറ്റുമെല്ലാമാണ് നമ്മൾ അവിടെ കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇനി അടുത്തൊരു സന്ദർഭം എന്നുള്ളത് മത്സരത്തിന്റെ 35ാമത്തെ മിനിറ്റിലാണ്. രാഹുൽ KP ബോളും കൊണ്ട് മുന്നേറുന്നു. അപ്പോൾ രാഹുൽ KP നോഹയെ ഇടത് സൈഡിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ രാഹുൽ KP നോഹയിലേക്ക് കൊടുക്കാൻ നോക്കിയ ആ ഒരു പാസ് ഡാനിഷ് ഫാറൂഖിന്റെ ദേഹത്ത് തട്ടുന്നു, മുന്നോട്ട് കുതിക്കുന്നു. ഡാനിഷ് ഫാറൂഖ് ആ ഒരു ബോൾ അറ്റൻഡ് ചെയ്യുന്നു പിന്നീട്, എന്നിട്ട് ബോക്സിലേക്ക് കുതിച്ചു കയറുന്നു. പക്ഷേ അത് താരത്തിന് വീണ്ടും ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. താരം ആ ഒരു ബോൾ കൺട്രോൾ ചെയ്യാനാവാതെയാണ് ഓടുന്നത് എന്ന് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാം. ഈ ഒരു 2 അവസരത്തിലും ബ്ലാസ്റ്റേഴ്സ് താരത്തെ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒഡീഷ FC പ്രതിരോധ നിരയിലെ സൂപ്പർ താരമായ മൊർത്താദ ഫോൾ തന്നെയാണ്. ആ ഒരു താരത്തെ നമുക്കറിയാം വളരെ ക്രേസി ആയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ്. ആ ഒരു താരത്തിന്റെ അടുത്തൊന്നും ഡാനിഷ് ഫാറൂഖിന്റെ ഇത്തരത്തിലുള്ള ഒരു പ്രകടനവും കാഴ്ചവെക്കാൻ സാധിക്കില്ല എന്ന് നമുക്കറിയാം. എന്നിരുന്നാൽ കൂടി ഡാനിഷ് ഫാറൂഖ് എന്തെങ്കിലുമൊക്കെ അവിടെ ചെയ്യാമായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകും. മത്സരം കാണുന്ന ഓരോ മലയാളി ഫാൻസും അപ്പോൾ ആഗ്രഹിക്കുന്നത് ഇവനെ എന്തിനാണ് ഇറക്കിയത് എന്ന് തന്നെയാണ്. ഏതായാലും ഇനി വരുന്ന മത്സരങ്ങളിൽ എന്തെങ്കിലും ഒരു ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. കാരണം എല്ലാ മത്സരത്തിലും കോച്ച് മിക്കായൽ സ്റ്റേറെ ഡാനിഷ് ഫാറൂഖിനെ മത്സരത്തിലൊക്കെ പരീക്ഷിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒന്ന് കാണാണ്ട് മിക്കായൽ സ്റ്റേറെ ഇത് ചെയ്യില്ല എന്ന് നമുക്ക് ഉറപ്പാണ്. ചിലപ്പോൾ ട്രെയിനിങ്ങിന്റെ സമയത്തൊക്കെ മിക്കായൽ സ്റ്റേറെ ഈ ഒരു താരത്തിന്റെ പ്രകടനം കണ്ട് നല്ല രീതിയിൽ തന്നെ സംതൃപ്തനായിട്ടുണ്ടാവും. പക്ഷേ മത്സരത്തിലേക്ക് വരുമ്പോൾ ഡാനിഷ് ഫാറൂഖിന് ഒന്നും കാഴ്ചവെക്കാൻ സാധിക്കുന്നില്ല, അഥവാ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വേണ്ടി ഒന്നും നൽകാൻ സാധിക്കുന്നില്ല എന്നതാണ് വാസ്തവം എന്നുള്ളത്. ഏതായാലും ഈ ഒരു താരം ഫോമിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ അടുത്തത് ഈ ഒരു മത്സരത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ എടുത്തു പറയേണ്ടതും, കൂടാതെ തന്നെ ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഞാനൊരു വീഡിയോ ക്ലിപ്പും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേ വൺ ആൻഡ് ഓൺലി മൊറോക്കൻ സ്ട്രൈക്കർ നോഹ സദോയിയെ കുറിച്ചാണ്. ഈ ഒരു സീസണിലേക്ക് വേണ്ടിയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്ത ഈ ഒരു താരത്തെ ബ്ലാസ്റ്റേഴ്സിന് ഒട്ടും പിഴച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ചെറിയ രീതിയിൽ ഒരു ചീറ്റ പുലിയാണ്, ഒരു ഉസൈൻ ബോൾട്ടിന്റെ മകൻ എന്നൊക്കെ നമുക്ക് ഈ ഒരു താരത്തെ വിശേഷിപ്പിക്കാം. കാരണം എന്നുള്ളത് ബോൾ ഡിഫെൻഡ് ചെയ്യുവാൻ വേണ്ടി ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിരയിലെത്തുന്നു, ബോൾ മുന്നോട്ട് കൊടുക്കുവാൻ വേണ്ടി മിഡ്ഫീൽഡ് റോളിലെത്തുന്നു, അതിനുശേഷം ഗോൾ അടിക്കുവാൻ വേണ്ടി മുന്നേറ്റ നിരയിലും ഈ ഒരു താരം എത്തുന്നുണ്ട്. ഏതായാലും ലെഫ്റ്റ് വിങ്ങിൽ കളിക്കുന്ന ഈ ഒരു താരം വളരെ നല്ല രീതിയിലുള്ള പ്രകടനം തന്നെയായിരുന്നു ഇന്നലെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ബോൾ കാണുമ്പോൾ അദ്ദേഹത്തിന് വീണ്ടും വീണ്ടും ഗോൾ അടിക്കാനുള്ള ഒരു ത്വരയാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ ഈ ഒരു താരത്തിന്റെ ഡിസിഷൻ മേക്കിംഗ് നമ്മൾ പറഞ്ഞറിയിക്കേണ്ട ബ്രില്യന്റ് തന്നെയാണ്. മത്സരത്തിന്റെ 41ാമത്തെ മിനിറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഒഡീഷ FC പ്രതിരോധ താരമായ മൊർത്താദ ഫോളിൽ നിന്നും ഒരു മിസ് പാസ് വരുന്നു. അത് നേരെ നോഹ സദോയി ഓടി കാലുകളിലേക്ക് അടുക്കുന്നു, എന്നിട്ട് സെക്കൻഡ് പോസ്റ്റിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ ഉടനെ തന്നെ ഒരു ട്രിവല്ല ഷോട്ട് അടിക്കുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ നോഹയുടെ ആ ഒരു ട്രിവല്ല ഷോട്ട് അമരേന്ദ്രൻ കൈകളിലാക്കുന്ന കാഴ്ച നമുക്ക് അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ടത് നോഹ സദോയുടെ ആ ഒരു ഡെഡിക്കേഷനും, കൂടാതെ തന്നെ ആ ഒരു മൈൻഡ് സെറ്റും, അത് കൂടാതെ തന്നെ ആ ഒരു താരത്തിന്റെ ഡിസിഷൻ മേക്കിങ്ങുമാണ്. കാലുകളിൽ ബോൾ കിട്ടിയ ഉടനെ തന്നെ അത് ഗോളാക്കി മാറ്റാനുള്ള ഒരു ത്വരയുമാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചിട്ടുള്ളത്. ഏതായാലും വെൽ പ്ലേ നോഹ സദോയി. ബ്ലാസ്റ്റേഴ്സിൽ ഈ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു താരമാണ് ഈ ഒരു താരം എന്നുള്ളത്. ചിലപ്പോൾ അഡ്രിയാൻ ലൂണയേക്കാൾ ശ്രദ്ധേയമാവുന്ന ഒരു താരം കൂടിയാവും ഈ ഒരു സീസണിലെ മൊറോക്കൻ സ്ട്രൈക്കർ ആയിട്ടുള്ള നോഹ സദോയി എന്നുള്ളത്. ഏതായാലും ഈ ഒരു താരത്തിന് പരിക്ക് വരാതിരിക്കട്ടെ എന്ന് മാത്രമാണ് നമുക്ക് പ്രാർത്ഥിക്കാനാവുകയുള്ളൂ. സാധാരണ ബ്ലാസ്റ്റേഴ്സിലെ എല്ലാ മികച്ച പ്ലേയേഴ്സും ആ ഒരു ഇന്റർനാഷണൽ ബ്രേക്കിന്റെ ടൈമിനൊക്കെ കളിച്ച് പരിക്ക് പറ്റിക്കുന്ന കാഴ്ച നമ്മൾ കാണാൻ സാധിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നോഹ സദോയിക്ക് പരിക്കൊന്നും വരാതിരിക്കട്ടെ എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. ഏതായാലും നോഹയെ പറയുന്ന സമയത്ത് നമുക്ക് ഒരു താരത്തെ മിസ് ചെയ്യുന്നുണ്ട്. അതെ, ജീസസ് ജിമിസ് എന്ന ഒരു സ്പാനിഷ് സ്ട്രൈക്കറെ തന്നെയാണ് അത്. ജീസസ് ജിമിസിന്റെയും നോഹയുടെയും ആ ഒരു കോമ്പിനേഷൻ പ്ലേ ഇന്നലെ വർക്ക് ആയിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒരുപാട് തവണ മത്സരങ്ങളിൽ നമുക്ക് നോഹയുടെയും ജീസസ് ജിമിനിസിന്റെ ഒരു കോമ്പിനേഷൻ പ്ലേ വർക്കൗട്ട് ആയി കാണാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആദ്യ ഗോൾ നേടിയിട്ടുണ്ടായിരുന്നത് നോഹ
നോഹയായിരുന്നു. നോഹയ്ക്ക് അസിസ്റ്റ് നൽകിയിട്ടുണ്ടായിരുന്നത് ജീസസ് ജിമ്മീസ് ആയിരുന്നു. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി രണ്ടാമത്തെ ഗോൾ നേടിയിട്ടുണ്ടായിരുന്നത് ജീസസ് ജിമ്മീസ് ആയിരുന്നു. ജീസസ് ജിമ്മീസിന് അസിസ്റ്റ് നൽകിയിട്ടുണ്ടായിരുന്നത് നോഹയുമായിരുന്നു. ഇരു താരങ്ങളുടെയും ആ ഒരു കോമ്പിനേഷൻ പ്ലേ വർക്കൗട്ട് ആയത് ഇന്നലത്തെ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും എനിവേ ഗുഡ് പെർഫോമൻസ് ആണ് രണ്ടുപേരും കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിരയിലെ ഒരു താരത്തെ കുറിച്ച് നമുക്ക് ഈ ഒരു വീഡിയോ എൻഡ് ചെയ്യാൻ സാധിക്കുകയില്ല. അതെ, ആ ഒരു താരമാണ് സന്ദീപ് സിംഗ് എന്നുള്ളത്. സന്ദീപ് സിംഗിന്റെ ഒരു ഡെഡിക്കേഷൻ ലെവലാണ് നമ്മൾ ഇവിടെ എടുത്തു കാണിക്കാൻ പോകുന്നത്. മത്സരത്തിന്റെ 60-ാം മിനിറ്റിൽ സന്ദീപ് സിംഗിന്റെ കാലുകളിലേക്ക് പന്ത് വരുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സന്ദീപ് സിംഗ് ആണെങ്കിൽ ആ ഒരു ബോൾ എങ്ങനെയാണ് മാനേജ് ചെയ്തത് എന്ന് പറഞ്ഞറിയിക്കാൻ സാധിക്കുകയില്ല. ഒരു താരം ഇറക്കിൽ വീണാൽ അവിടെ വെച്ചും ബോൾ മാനേജ് ചെയ്യാമെന്നാണ് സന്ദീപ് സിംഗ് ഇന്നലെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഏതായാലും സന്ദീപ് സിംഗിന് ഒരു ബിഗ് സല്യൂട്ട് തന്നെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കൊടുക്കാം. ഇനി ഒരുപാട് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ നിലവിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ലൂണ ആദ്യ 11-ൽ ഇറങ്ങാത്ത സാഹചര്യത്തിൽ ക്യാപ്റ്റൻ ആയിട്ടുള്ളത് മിലോസ് ആണ് നമുക്കറിയാം. പക്ഷേ ക്യാപ്റ്റൻ മെറ്റീരിയൽ ആയിക്കൊണ്ട് മിലോസ് കളിക്കുമ്പോൾ മിലോസിന്റെ ഭാഗത്തു നിന്നും പണ്ടത്തെ പോലെയുള്ള ഒരു ഡിഫെൻഡിങ് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളത് അത് ഞാനും ശ്രദ്ധിച്ച ഒരു കാര്യമാണ്. കഴിഞ്ഞ മത്സരവും അതിന്റെ മുന്നത്തെ മത്സരങ്ങളിലെല്ലാം തന്നെ മിലോസിന്റെ ഭാഗത്തു നിന്നും പണ്ടുള്ള ആ ഒരു സ്റ്റാമിനയും സ്പിരിറ്റായിട്ടുള്ള പ്രകടനം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഏതായാലും ചിലപ്പോൾ ക്യാപ്റ്റൻ ആയതുകൊണ്ടുള്ള അതിന്റെ ഒരുപാട് ബാധ്യതകളൊക്കെ ഉണ്ടാവും താരത്തിന്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ചിലപ്പോൾ താരം ആ ഒരു പെർഫോമൻസ് പുറത്തേക്ക് എടുക്കാത്തത്. ഏതായാലും ഇനി വരുന്ന മത്സരങ്ങളിലേക്കൊക്കെ ലൂണ ആദ്യ 11-ൽ ഉണ്ടാവും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ലൂണ ഇറങ്ങിയ സാഹചര്യത്തിൽ നമ്മൾ കണ്ടതാണ് ലൂണയുടെ പണ്ടത്തെ ആ ഒരു പ്രസ്സിങ്ങും അതിലൂടെ ഗോൾ അടിക്കാൻ നോക്കിയ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. ഏതായാലും എനിവേ ഗുഡ് പെർഫോമൻസ് ആയിരുന്നു ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഡാനിഷ് ഫാറൂഖിന്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു കുറച്ച് പിഴവുകൾ കൂടി മാത്രം മാറ്റിവെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് നമുക്ക് 100-ൽ 100 മാർക്ക് തന്നെ നൽകാനാവും. ഏതായാലും എനിവേ കേരള ബ്ലാസ്റ്റേഴ്സിലൂടെ ഇന്നലത്തെ മത്സരത്തെ കുറിച്ചുള്ള ആ ഒരു മാച്ച് അനാലിസിസ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു മാച്ച് അനാലിസിസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണം. റോഡ് ടു 15K സബ്സ്ക്രൈബേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കും. നമ്മൾ അത്രയധികം എഫേർട്ട് ഇട്ടുകാനാണ് ഇത്രയധികം വീഡിയോസ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ എല്ലാവരുടെയും നിറം മങ്ങാത്തൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനിയും നമ്മൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം, കൂടാതെ തന്നെ കഴിഞ്ഞ ദിവസത്തെ ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു അനാലിസിസ് ഡീകോഡിംഗ് വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.